കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ എല്ലാവരും ചാനലിൽ കയറി കണ്ടു കാണുന്ന ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം ഇട്ടിട്ടുണ്ട്, അതിന്റെ ബാക്കിയാണ് ഞാൻ പറയാൻ പോകുന്നത്, നാളത്തെ വിശേഷം കേട്ടോ. അപ്പൊ ഒരു ഉച്ചയ്ക്കൊരു 1:30-2 മണിക്കുള്ളിൽ തന്നെ പിറ്റേ ദിവസത്തെ വിശേഷം എന്ന് ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മൾ അവസാനം കണ്ടത്, അങ്ങനെ മീര നേരെ ശ്രുതിയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ശ്രുതിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, ശ്രുതിയുടെ അടുത്തേക്ക് ഒന്ന് വരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ചന്ദ്രമതിയുടെ വരവ് അങ്ങോട്ട്. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, നീ എന്താ ഇവിടെ, നീ പോയി ശ്രുതിനെ ഒരുക്കാനുള്ളതിന് നീ ഈ മുറിക്കകത്ത് കയറിയിരിക്കണം, അങ്ങോട്ട് പോകാനും പറഞ്ഞോണ്ട് ചീത്ത പറയാ. ഇത് കേട്ട മീര അങ്ങോട്ട് പോയി. അമ്മേ, മീര വന്ന് എന്തോ ശ്രുതിക്ക് പറയാനുണ്ടെന്നാ പറഞ്ഞേ. അതെ, ഇപ്പോഴൊന്നും പറയാനൊന്നും പോണ്ട, ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി, കുറച്ച് സമയം മുഹൂർത്തത്തിനുള്ളൂ, നീ പെട്ടെന്ന് റെഡിയാകാൻ പറയാണ്. അങ്ങനെ വഴക്കുടഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് പോവാണ്. ഈ സമയം ശ്രുതിക്ക് ഒരു കോള് വന്നത്. പിന്നീട് ശ്രുതി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ് ആയിരുന്നു വിളിച്ചത്, ഫ്രണ്ട്സിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ശ്രീകാന്ത് എന്ത് ചെയ്യാണ്, നേരെ ദേവുവിന്റെ ഒക്കെ കടയിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ദേവും ലക്ഷ്മി അമ്മ കൂടെ പൂമാല കെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ശ്രീകാന്തിനെ കണ്ടപ്പോ പറഞ്ഞു, അതെ ഒരു 10 മിനിറ്റ് കൂടെ ഇപ്പൊ തന്നെ കെട്ടി തീർക്കാറായെന്ന് പറയാണ്. മാല ഇപ്പൊ തന്നെ തരാട്ടോന്ന്. കുഴപ്പമില്ല, അച്ഛനൊന്ന് ചോദിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് വന്നാന്ന് പറയാം. എന്നാ ശരി, ആ ശ്രീകാന്ത് അങ്ങോട്ട് പൊക്കോ, ഇതങ്ങോട്ട് കൊണ്ടുവന്നേക്കാന്ന് ലക്ഷ്മിയമ്മ പറയും. ശ്രീകാന്ത് പറഞ്ഞേ, കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ നിന്നോളാം, എനിക്ക് അകത്ത് പോയിട്ട് വല്ല പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇവിടെ നിൽക്കുവാണെങ്കിൽ ഈ മാല കെട്ടിക്കൊണ്ടിരിക്കുന്ന കാണാലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോ ദേവ് പറഞ്ഞു, ആഹാ കൊള്ളാലോ, മാല കെട്ടുന്ന കണ്ടിട്ട് ഇനി കല്യാണം കഴിച്ചോണ്ട് വരുന്ന പെൺകുട്ടിക്ക് കെട്ടിക്കൊടുക്കാനായിരിക്കും അല്ലേന്ന് ചോദിക്കേ. അതിന്റെ ആവശ്യമില്ല, അതിന് നീ ഉണ്ടല്ലോ ദേവു എന്ന് പറയാം. പെട്ടെന്ന് ലക്ഷ്മിയമ്മ ഞെട്ടിപ്പോയി. ദേവു ഒന്ന് നോക്കി, അല്ല ഞാൻ പറഞ്ഞേ, ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടിക്ക് നിന്നോട് പറഞ്ഞ നീ മാല കെട്ടി കൊടുക്കൂലേ, ഞാൻ ഇവിടെ വന്ന് മാല വാങ്ങിച്ചോളാന്ന് പറയാം. പെട്ടെന്ന് ദേവ് പറഞ്ഞു, അതിനിപ്പോ എന്തിനാ ഇവിടെ വരുന്നേ, വീട്ടിൽ തന്നെ സ്വന്തം ഒരാളുണ്ടല്ലോ, നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആള് മാല കിട്ടുന്നേ, രേവതി ചേച്ചിയോട് പറഞ്ഞാൽ മതി, രേവതി നല്ല സ്പീഡിൽ നല്ല മാല കെട്ടിത്തരുന്നത്. അതൊക്കെ മനസ്സിലായെന്ന് പറയാ. ഈ സമയം ലക്ഷ്മി അമ്മയോട് ദേവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനി കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ, അമ്മ അകത്തേക്ക് ചെല്ല്, ഇനി അമ്മ എങ്ങോട്ടും കൂടി ചെല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഞാൻ വേണേ ബാക്കി കെട്ടിക്കൊണ്ട് ഞാൻ ശ്രീകാന്തിനെ കൊടുത്തു വിടാന്നുണ്ട്, വേണ്ടാന്നുണ്ട്, അമ്മ അങ്ങോട്ട് ചെല്ലമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. ഈ സമയം രവീന്ദ്രനും അശോകനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരുന്ന സമയത്താണ് ശ്രുതി ഫോൺ ചെയ്ത് അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് വെച്ചു, നീ ഇതിനായിട്ട് റെഡി ആയില്ലേന്ന് ചോദിക്കാം. അല്ല അച്ഛാ, ഞാൻ റെഡിയാകാൻ പോവായിരുന്നു, ആ സമയത്ത് ഒരു കോള് വന്നേ. അശോകൻ ചോദിച്ചു, അല്ല മോൻ എവിടെയാ ജോലി എന്ന് പറഞ്ഞേ. അല്ല അവിടുത്തെ ഒരു കമ്പനിയില്, അല്ല സാലറി ഒക്കെ നല്ലതും ഉണ്ടോന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ചന്ദ്രമതി അങ്ങോട്ട് വന്നു. ചന്ദ്രമതി എന്നിട്ട് ചോദിച്ചു, നിന്നോട് ഒരുങ്ങാൻ പറഞ്ഞിട്ട് നീ ഇവിടെ എന്തെടുക്കുവാന്ന് ചോദിക്കാം. അല്ലമ്മ, ഞാൻ ഒരുങ്ങാൻ പോയിരുന്നു, ഒന്ന് പോയോ ഒരുങ്ങടാ, മുഹൂർത്തത്തിനുള്ള സമയേ. അപ്പൊ അവൻ ഓരോന്നും പറഞ്ഞു നോക്കി നിൽക്കുന്ന കണ്ടില്ലേ, ഇനിയൊക്കെ എന്ത് ചെയ്താൽ മതിയാവും എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് ശ്രുതി അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. പിന്നീട് ബാമയോട് പറഞ്ഞു, എന്റെ ദൈവമേ, ഒരു കല്യാണം നടത്താൻ എന്തൊക്കെ പെടാപ്പാടാ, എന്റെ കണ്ണൊക്കെ എവിടെയൊക്കെ എത്രയെന്ന് അറിയാവോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നോക്കുമ്പോൾ രേവതി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ രേവതിയോട് തിരുമേനി, അതെ മോളുടെ ഒരു കാര്യം ചെയ്യാം, ഈ വിളക്കിനകത്തേക്ക് ഈ എണ്ണ തിരിയുന്നിട്ട് വെക്കുക, ഇനി കുറച്ച് സമയമല്ലേ മുഹൂർത്തത്തിനുള്ളെന്ന് പറയണേ. ശരിയെന്ന് പറയാണ്. അങ്ങനെ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ തിരുമേനി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ. ഈ സമയം രേവതി എന്ത് ചെയ്യണം, വിളക്കത്തിരി ഇടാനായിട്ട് അത് ശരിയാക്കിക്കൊണ്ടിരിക്കുക. ചന്ദ്രമതി ഇത് കണ്ടു. ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടില്ല. ചന്ദ്രമതി പെട്ടെന്ന് ചോദിച്ചു, നിന്നോട് ആരാ ഇത് ചെയ്യാൻ പറഞ്ഞെന്ന് ചോദിക്കുക. അല്ല തിരുമേനി പറഞ്ഞിട്ട്. ഓഹോ, തിരുമേനി പറഞ്ഞ എല്ലാം നീ ചെയ്യൂലേ, ഇത് എന്റെ മകന്റെ കല്യാണോ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ചെയ്യാനായിട്ട്, ഇങ്ങോട്ട് മാറിങ്ങോട്ട്, നിന്റെ കൈ തൊട്ടതൊന്നും അശുദ്ധമാക്കണ്ട, അല്ലെങ്കിൽ തന്നെ നീ ആ കുടുംബത്തിലേക്ക് കയറി വന്നപ്പോ തൊട്ട് തുടങ്ങിയ കഷ്ടകാലോ, നിന്റെ ഭർത്താവിന്റെ കാര്യം തന്നെ ഒന്ന് ഓർത്തു വെക്ക്, ഒരു നല്ല കാലം ഉണ്ടായിട്ടുണ്ടോ, ഇനിയിപ്പൊ നീ ഈ വിളക്കെ തൊട്ട് അശുദ്ധമാക്കണ്ട, എന്നിട്ട് വേണം എന്റെ മകന്റെ വിവാഹം കൂടെ മുടങ്ങാനായിട്ട്, നീ കാരണം കുടുംബത്തിൽ ദോഷം മാത്രം ഉണ്ടായിട്ടുള്ളൂ. ബാമ പറഞ്ഞു, ചന്ദ്രൻ നീ എന്തൊക്കെ വർത്താനേ പറയണേ, നീ ഒന്നും മിണ്ടാതിരിക്കുക, ഇവളുടെ കൈ തൊട്ടിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ അവിടെ കരിഞ്ഞു പോകത്തുള്ളൂ, ഒരിക്കലും ഗുണം പിടിക്കില്ലെന്ന് പറയണം. ഭയങ്കര സങ്കടം വന്നു രേവതി എന്ത് ചെയ്യാണ്, സങ്കടപ്പെട്ട് കണ്ണ് നിറഞ്ഞങ്ങോട്ട് പോവാണ്. ബാമ വന്നിട്ട്, നീ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ ചന്ദ്രേ, ആ നിന്റെ മകന്റെ ഭാര്യയല്ലേ, പിന്നെ അവളോട് ഇതിലപ്പുറം പറയണം, അവള് കാരണം ഇപ്പൊ ഈ ഇതൊക്കെ ഉണ്ടായിരിക്കണേ, അതിന് അവൾ എന്ത് തെറ്റ് ചെയ്തു, പിന്നെ അവള് തെറ്റ് ചെയ്ത കാര്യം ഒന്നും പറയാതിരിക്കുന്ന ഭേദം എന്ന് ചന്ദ്രമതി പറയാണ്. പിന്നീട് രേവതി കരഞ്ഞോണ്ട് അതുകൊണ്ട് ഇറങ്ങി ചെല്ലുമ്പോൾ രവീന്ദ്രനും കലാപതി മുത്തശ്ശിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് രേവതിനെ വിളിച്ചു, അല്ല മോളെ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയായ അച്ഛാ, എല്ലാം ആയെന്ന് പറയാണ്. ഈ സമയം രവീന്ദ്രൻ, അല്ല മോളുടെ കണ്ണെന്താ കലങ്ങിയിരിക്കണം, എന്ത് എന്നെ കരഞ്ഞോന്ന് ചോദിക്കുകയാണ്. ഒരു കരട് പോയതാന്ന് പറയണ. ഇത് ഈ സമയത്ത് ഇതൊക്കെ സൂക്ഷിക്കണ്ടേ മോളെ എന്ന് പറയണം. പക്ഷെ കലാപതി മുത്തശ്ശിക്ക് ചില സംശയങ്ങളൊക്കെ വന്നു. ഇതും പറഞ്ഞ് രേവതി അങ്ങോട്ട് പോവുകയും ചെയ്തു. രേവതിക്ക് സങ്കടം അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്തൊക്കെ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാൽ അവസാനം രേവതിക്ക് കിട്ടുന്ന കുറച്ച് ചീത്ത മാത്രമാണ്.
ഈ സമയം നവീൻ കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നവീൻ്റെ അടുത്തേക്ക് കാർ വന്ന് നവീൻ ആ കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അതിനും കൂട്ടുകാരൻ വിളിക്കുക. കൂട്ടുകാരൻ വിളിച്ചു, എന്തായടാ നീ എവിടെ എത്തിയോന്ന് ചോദിക്കുക. ഇല്ലടാ, എത്താൻ പോകുന്നുള്ളൂ. ഇന്നത്തോടു കൂടി അവളുടെ കാര്യത്തിനൊരു തീരുമാനവും. അവൾ എന്നെ പറ്റിച്ചിറങ്ങാൻ എന്നിട്ട് കുറെ കാലമായി. ഇന്ന് അവൾക്കിട്ട് ഞാൻ ഒരു പണി കൊടുക്കുന്നുണ്ട്. അവൾ അങ്ങനെ സന്തോഷിച്ചിരിക്കട്ടെ. മുഹൂർത്തത്തിന് ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട്. ആ കുറച്ച് സമയം മാത്രം മതി. കൃത്യം മുഹൂർത്തത്തിന് സമയത്ത് ഞാൻ അങ്ങോട്ട് ചെല്ലുള്ളൂ. അവളെ ഞാൻ പൊളിച്ചെടുക്കും. എല്ലാവരും മുന്നിൽ നാണം കെടുത്തും. അവളുടെ കല്യാണം മുടങ്ങും. അത് മാത്രം ഇനി എൻ്റെ ലക്ഷ്യം. എനിക്കിട്ട് പണി തന്നാൽ തിരിച്ച് അവൾക്കിട്ട് 8ന്റെ പണി കിട്ടും എന്നുള്ള കാര്യം അവൾ ഓർത്തില്ല. അവൾക്കിട്ട് ഞാൻ പണി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നവീൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ശ്രുതി ഇരിക്കുകയാണ്. അപ്പൊ ശ്രുതിയുടെ അടുത്തേക്ക് മീര വന്നിട്ട് പറഞ്ഞു, അതെ ശ്രുതിനെ കൂട്ടാൻ പറ്റിയില്ലെന്ന് പറയണം. ആ സമയം ശ്രുതിയുടെ അമ്മ വന്നു എന്ന് പറയാം. ഇനിയിപ്പോ എന്ത് ചെയ്യും എനിക്കറിയത്തില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ശ്രുതിയോട് കാര്യങ്ങളൊക്കെ പറയാതെ ഒരു കാരണവശാലും ഞാൻ കതിർമണ്ഡപത്തിലേക്ക് പോകുന്നില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ നവീൻ എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കല്യാണം തുടങ്ങും. എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് തല താഴ്ത്തി ഞാൻ ഇരിക്കേണ്ടി വരും. അതിനേക്കാളും ഭേദം ശ്രുതി നേരത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നല്ലേ, എന്നെങ്കിൽ പിന്നെ എനിക്കൊരു ധൈര്യം ഉണ്ടാവും. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് വിളിച്ചു നോക്കാന്ന് പറയാണ്. ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാന്ന് ഓർത്തുകൊണ്ട് വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കുമ്പോൾ ഭാഗ്യത്തിന് ശ്രുതിനെ കോട് കിട്ടി. എന്താ കാര്യം എന്ന് പറയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. മുമ്പ് ഇത് തന്നെയല്ലേ നീ പറഞ്ഞേ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന്. എന്താണെങ്കിൽ എന്നോട് തുറന്നു പറ. അതെ, നീയെങ്കിലും എനിക്ക് പറഞ്ഞില്ലേ എനിക്ക് സങ്കടമാവും, എനിക്ക് വിഷമാവുന്ന. നീ കാര്യം പറ ശ്രുതി, എന്താന്ന് കാര്യം പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. കല്യാണത്തിന് മുമ്പ് പറയേണ്ട കാര്യങ്ങളാണ്, നീ അത് പറ എന്ന് പറയാണ്. പിന്നീട് ശ്രുതി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം കേട്ടോ. എനിക്ക് ഒരു പക്ഷെ എൻ്റെ മനസ്സിന് ഇത് കൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയായിരിക്കും ഞാനിത് ചെയ്തേ. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്താ. ശരിക്കും പറഞ്ഞാൽ ശ്രുതിയോട് ഞാൻ കള്ളത്തരം പറഞ്ഞു. ശ്രുതിയുടെ അമ്മയോടും പറഞ്ഞു. ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. എൻ്റെ വിവാഹം ഒന്നും മുമ്പ് കഴിഞ്ഞതായിരുന്നു. അതിനകത്തൊരു മകനുമുണ്ട്. 17ാമത്തെ വയസ്സിൽ, എനിക്ക് അറിവില്ലാത്ത പ്രായത്തിൽ എൻ്റെ അമ്മ കൊണ്ടുപോയി ഒരു പ്രായമായ ഒരാൾക്ക് എന്നെ വിവാഹം കഴിച്ചു കൊടുത്തു. അയാൾ മരിച്ചു പോവുകയും ചെയ്തു. പക്ഷെ അതിനകത്തൊരു മോനുമുണ്ട് എനിക്ക്. ആദ്യം നിന്നാണ് അവൻ്റെ പേര്. പിന്നെ എനിക്ക് അമ്മയുണ്ട്. ഇതൊക്കെ മറച്ചു വെച്ച് എന്തിനാന്ന് വെച്ചാൽ സുധിനെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ കാണിച്ചു കൂട്ടിയത്. ഇനി സുധി തീരുമാനിക്കുക എന്ത് വേണമെന്നുള്ള കാര്യം. ഞാനിനി വിവാഹത്തിന് വേണ്ടി ഒരുങ്ങണോ അതോ ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോണോ, എന്ത് വേണം സുധിക്ക് തീരുമാനിക്കാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കോൾ അപ്പുറത്ത് കട്ടായി. ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി സുധി. മീരച്ച് എന്താ എന്ത് പറ്റി, കോള് കട്ടായിപ്പോയെന്ന് പറയണം. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ആ നല്ല കാര്യമായിപ്പോയി. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്കാ സങ്കടം വരാതിരിക്കുന്നത്. ചിലപ്പോൾ സുധി വല്ല ബോധം കിട്ടുപോയെന്ന് ആർക്കറിയാം. അമ്മാതിരി കാര്യങ്ങളല്ലേ മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് കേട്ടേന്ന് പറയാണ്. ഏട്ടാ സുധി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഈ ഒരു കാര്യം ചെയ്യാ, സുധി വിളിക്കുമല്ലോ നോക്കാന്ന് പറയണം. എനിക്കിനി ഒരുങ്ങാൻ പോലും പറ്റുമെന്ന് തോന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. നീ സങ്കടപ്പെടല്ലേ, ഇങ്ങനെ സങ്കടപ്പെട്ടുണ്ടെങ്കിൽ ഇന്നോട്ട് വല്ല കാര്യമുണ്ടോ. സുധി എന്നാ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇനി അവരൊരു തീരുമാനം എടുക്കട്ടെ. ഇനിയിപ്പോൾ അവൻ വിളിച്ചിട്ട് ഞാൻ ഇനി ഒരുങ്ങുന്നുള്ളൂ. ഒരുങ്ങണോ വേണ്ടതെന്ന് ആലോചിക്കണം. ഒരു പക്ഷേങ്കിൽ അവൻ്റെ തീരുമാനം നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ ഒരുങ്ങിയിരുന്നിട്ട് വലിയ കാര്യമില്ലോ. ആൾക്കാരുടെ എല്ലാവരും മുന്നിൽ പോയി നാണം കണ്ട ആവശ്യമില്ലോ. അവൻ ഇപ്പോഴുള്ള കാര്യം പറയുമായിരുന്നെങ്കിൽ ഒരുങ്ങണോ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കുമായിരുന്നു എന്ന് പറയണം. ഈ സമയം രേവതി പൂജാരി അങ്ങോട്ട് വിളിക്കണം. പൂജാരിയെ വിളിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ പറയണം. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇപ്പം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട് ചന്ദ്രമതിക്ക്. പിന്നീട് അതും കൊണ്ടേ കൊടുത്തിട്ട് ചോദിച്ചു, അല്ല അവരൊരുങ്ങിയില്ലേ, പെണ്ണും ചെറുക്കനും ഒരുങ്ങിയില്ലേ, മുഹൂർത്തം ആവാറായെന്ന് പറയണം. ഞാൻ എപ്പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയണം. അങ്ങനെ രേവതി അങ്ങ് പോവാണ്. ഈ സമയം ചന്ദ്രമതിക്ക് ഭയങ്കര കലിപ്പായി. ഇവളെല്ലാത്തിനും ഓടി നടക്കുന്നു. ഇവിടെ എത്ര പറഞ്ഞു വിട്ടാലും ഇവള് പോകുന്നില്ലോ. ഈ നശൂലം പിടിച്ച സാധനത്തിനെ കൊണ്ട് ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ രേവതി എന്ത് ചെയ്യുവാണ്, നേരെ കഥയെ പോയി മുട്ടുവാണ്. ഈ മുട്ടുന്ന സൗണ്ട് കേട്ടപ്പോൾ സുധി ഒന്ന് ഞെട്ടിപ്പോയി. എൻ്റെ ഭഗവാനെ, ഇനിയിപ്പോൾ നവീൻ എങ്ങാനും വന്നോ, വല്ല പ്രശ്നം ഉണ്ടാക്കിയതോ, അതുകൊണ്ടാണ് സുധി എങ്ങാനും വന്നാണോ കഥവ് മുട്ടുന്നത്. ആ ഒരു ടെൻഷനോട് കൂടി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. വല്ലാത്തൊരവസ്ഥയെ നിൽക്കുകയാണ്. പിന്നീട് എന്ത് ചെയ്യുക, എന്താണെങ്കിലും തുറക്കാം. അപ്പം മീര പറഞ്ഞു, വേണ്ട ഇപ്പം നീ തുറക്കണ്ട. ഇപ്പം നീ തുറന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമോ, കാരണം നീ ഒരുങ്ങിയിട്ടില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും പ്രശ്നം. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോൾ സുധിയോ നവീനോ അല്ലെങ്കിലോ. ഈ സമയം മീര ചോദിച്ചു, ആരാന്ന് ചോദിക്കുകയാണ്. ഞാൻ രേവതിയാ, ഒരുങ്ങിയില്ലേ, അതെ എവിടെ, തിരുമേനി അന്വേഷിക്കുന്നുണ്ട്, മുഹൂർത്തം ആവാറായെന്ന് പറയാം. അതെ ഇപ്പം തന്നെ വരാം, ഒരുങ്ങുന്നുള്ളതെന്ന് പറയാണ്. ഈ സമയം രേവതി അവിടെ തന്നെ നിൽക്കുക. ഒരുങ്ങിയിട്ട് വരട്ടെ, കൂട്ടിക്കൊണ്ട് പോകാന്ന് ഓർത്തോണ്ട് അങ്ങനെ നിൽക്കുകയാണ്. മീര, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, നീ ഒന്ന് എഴുതി ഡ്രസ്സെങ്കിലും മാറ്. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് എന്ത് ചെയ്യാനാ, ഡ്രസ്സ് മാറി ഒരുങ്ങിയിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ, കാരണം ഒരുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുധി അപ്പോൾ ഫോൺ കട്ട് ചെയ്താ. പിന്നീട് സുധി എന്നെ ഒന്നും വിളിച്ചിട്ട് പോലും ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ ഒരുങ്ങണേ, നീ തന്നെ പറ. ഒരുങ്ങിയിരുന്ന് കഴിഞ്ഞിട്ട് നാണം കിടാൻ വേണ്ടി ഞാൻ പോകുന്നില്ലെന്ന് പറയാം. കുറെ സമയമായിട്ട് കാണാതെ കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി എന്ത് ചെയ്യുവാണ്, ഇത് എന്ത് പറ്റി, സുധി ഇതുവരെയായിട്ടും വരാനുള്ള സമയമായല്ലോ എന്ന് ഓർത്തോണ്ട്
മുറിയുടെ അങ്ങോട്ട് വരുവാണ്. അങ്ങനെ വരുമ്പോൾ രേവതി മുറിയുടെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവളെന്തിനാ പോലും ഇവിടെ നിൽക്കുന്നത്? വന്നിട്ട് നീ എന്തിനാണ് ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കുക. അല്ല ശ്രുതിനെ കൂട്ടിക്കൊണ്ട് വരാൻ. അതെ, ശ്രുതിനെ കൂട്ടിക്കൊണ്ട് വരാൻ എനിക്കറിയാം. നീ ഇവിടെ കിടന്ന് വരകണ്ട. കൂട്ടിക്കൊണ്ട് വന്നേക്കാൻ ഒരാള്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ മുമ്പേ, അവളുടെ കയ്യിലെങ്ങാൻ തൊട്ടാണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളെ തൊട്ട് അശുദ്ധമാക്കരുതെന്ന്. നിന്റെ കൈ തൊട്ടാൽ തന്നെ എന്തേലും സംഭവിക്കും. അതുപോലത്തെ നല്ലൊരു ജാതകമാണല്ലോ നിന്റെ കണ്ണേറ് തട്ടിയിട്ടുണ്ടേ മതി. പിന്നെ ശ്രുതിക്ക് നല്ലൊരു ജീവിതം പോലും ഉണ്ടാവില്ല. നിന്നെ പോലൊന്നും അല്ല, നല്ല കാശുകാരി പെങ്കൊച്ചാ അത്. പറഞ്ഞു കേട്ടല്ലോ. അപ്പൊ അടങ്ങി ഒതുങ്ങി നീ നിന്നാ മതി, അല്ലാതെ കൂടുതൽ വലിയ കാര്യത്തിലൊന്നും തലയിടാൻ വരണ്ട. പോടി അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഓടിക്കുവാണ് രേവതിനെ. പാവൻ രേവതി വീണ്ടും സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം കഥയെ മുട്ടിയിട്ട് ചോദിച്ചു, അല്ല മോളെ നീ ഒരുങ്ങിയില്ലേന്ന് ചോദിക്കുക. ഈ സൗണ്ട് കേട്ടതും ഒന്ന് അമ്പരന്ന് വെച്ചു. ദൈവമേ, അമ്മയെന്തോ വന്നേന്ന് തോന്നി. ഇപ്പൊ എന്ത് ചെയ്യും? നിന്നോട് എപ്പത്തോട്ട് പറഞ്ഞു ഞാൻ ഒരുങ്ങാനായിട്ട്? അല്ല മോളെ നീ എന്താ കഥ തുറക്കത്തെ? ഒരുങ്ങിയില്ലേന്ന് ചോദിക്കുക. അല്ലമ്മ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. എന്നാ പെട്ടെന്ന് ഒരുങ്ങ്. നീ അവിടെ അന്വേഷിച്ചോണ്ടിരിക്കുക. മുഹൂർത്തത്തിനുള്ള സമയമായെന്ന് പറയണം. അല്ലെ കഥവ് തുറന്നേന്ന് പറയാണ്. അവസാനം കഥവ് തുറക്കേണ്ടി വന്നു. കഥ തുറന്നു കഴിഞ്ഞപ്പോ സാരി ഒന്നും എടുത്തിട്ടില്ല. ഇതെന്താ മോളെ ഇങ്ങനെ സാരി ഒന്നും മാറ്റാത്തെ? അല്ലമ്മ ഞാന് എന്താ കാര്യം എന്താ? അല്ല കുറച്ച് ഫ്രണ്ട്സൊക്കെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോടൊക്കെ സംസാരിച്ചോണ്ടിരുന്നു. ആ കൊള്ളാം, മുഹൂർത്തത്തിന് കുറച്ച് സമയമുള്ളൂ. ആ സമയത്താണ് ഫ്രണ്ട്സിനോട് സംസാരിച്ചോണ്ടിരിക്കണേ. അവരോട് ഈ കല്യാണത്തിന് ശേഷം സംസാരിക്കാലോ. അല്ല ചിലരൊക്കെ വരാൻ പറ്റുമല്ലെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്താ. അതൊക്കെ പോട്ടെ, എന്താണെങ്കിലും കുഴപ്പമില്ല. എത്രയും പെട്ടെന്ന് റെഡിയാവും നോക്ക്. അതെ അധികം സമയമില്ല കേട്ടോ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം എന്ത് ചെയ്യണം എന്നറിയത്തില്ല, വല്ലാത്തൊരു അവസ്ഥയോടെ നിൽക്കുകയാണ്. മീര പറഞ്ഞു, ഇനിയിപ്പൊ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. നീ സാരി ഉടുക്ക്, സാരിയൊക്കെ ഡ്രസ്സൊക്കെ മാറി നിൽക്കുക. പിന്നീട് സുധിയുടെ കാര്യമല്ലേ, ഒരു പക്ഷെ സുധി ആ സമയത്ത് വന്ന് കുഴപ്പമില്ല ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് പറയുവാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ മുഹൂർത്തം തെറ്റിപ്പോ വിളിച്ച് എല്ലാവരുടെയും മുന്നിൽ നാണം കെടും. അതിന്റെ ആവശ്യമുണ്ടോ? അതിനേക്കാളും പേര് നീ റെഡി ആയിട്ടിരിക്കുന്നത് നല്ലതെന്ന് പറയാണ്. ആകെപ്പാടെ കൺഫ്യൂഷൻ ആയി ശ്രുതിക്ക്. എന്ത് ചെയ്യണം എന്നത് വല്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് കാറിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നവീന്. ശ്രുതിനെ കാണാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാൻ പോകുന്നത്. ഇപ്പൊ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. വന്ന് കഴിയുമ്പോൾ ശ്രുതിയുടെ കല്യാണം മുടങ്ങുവോ അതുപോലെ അവിടെ ഓടിപ്പോവോ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. ചന്ദ്രമതി ആ കൃത്യസമയത്ത് സത്യങ്ങളൊക്കെ അറിയോ എന്നറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രിയില്ല, നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.